നമ്മുടെ ട്രസ്റ്റ് വാലിയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ്. രണ്ടാമത്തെ എപ്പിസോഡിൽ എല്ലാം ചെറിയ വണ്ടികളാണ് കേട്ടോ. അതായത് നമുക്ക് വില കുറച്ച് തരാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ നിലവിൽ ഇവിടെ ഉള്ളൂ. നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളെ കാണിച്ചപ്പോൾ എല്ലാം ഒരു എന്താ പറയുക, ഒരു ആവറേജ് മിഡ് റേഞ്ചിൻ്റെയൊക്കെ മേലെ വരുന്ന വണ്ടികളായിരുന്നെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ച് ഒരു 5 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വണ്ടികളാണ്. ഇവിടെ ഈ എപ്പിസോഡിൽ കാണിക്കുന്ന എല്ലാം തന്നെ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നല്ലോണം ചിക്കുക, മാക്സിമം ചിക്കിയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ പറയുന്നത് നോക്കണം, ചിലപ്പോൾ പലതിനും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലോണം ചിക്കുക, നിങ്ങൾ ഉറപ്പിച്ചിട്ട് മാത്രം എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോണിലൊക്കെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മാക്സിമം ഇപ്പോൾ ഈ കാണിക്കുന്ന ചെറുവണ്ടികളൊക്കെ എനിക്ക് ഒന്ന് ഫുൾ ലോൺ തന്നെ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല, ഒറ്റ കാര്യം ചെയ്താൽ മതി, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം, ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. മൊത്തം ഇതിൽ ഞാനിപ്പോൾ ഈ ഇൻറ്റീരിയർ ഒന്നും കാണിക്കുന്നില്ല. സുഹേൽ ബ്രോനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും. പെട്ടെന്ന് ബാക്കി വണ്ടികളൊന്നും കാണിച്ചു തരാം. അപ്പോൾ തന്നെ നമ്മുടെ ട്രസ്റ്റ് വാല്യൂയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ ചെറുവണ്ടികൾ വേണ്ടവരിതാ ചെറുവണ്ടികൾ നിരത്തിയിട്ടുണ്ട്. സുഹേൽ ബ്രോ, വില കുറച്ച് ചെറുവണ്ടികൾ 100% ക്വാളിറ്റി കുറയോ? ക്വാളിറ്റി കുറയില്ല, അതിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. അതെ, അത് അതിൻ്റെ ചോദിക്കരുത്. അതെ, അല്ല ചോദിച്ചാൽ തരുമോ? തരത്തില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും മാക്സിമം വില കുറച്ചിട്ട് ക്വാളിറ്റി ഉള്ള വണ്ടികൾ, അതും കൂടുതലും പെട്രോൾ വണ്ടി ആയതുകൊണ്ട് കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കും. ആദ്യത്തെ വണ്ടി തന്നെ നല്ല അടിപൊളി ഒരു മൈക്ര എക്സ്വി, ഒന്ന് കഴുകി ഒന്ന് തുടച്ച് ഒന്ന് എല്ലാ സാധനം ഉണ്ട് കേട്ടോ. എന്തൊക്കെയുള്ളത്? 2014 മോഡൽ മൈക്ര എക്സ്വി ആണ്. ബട്ടൺ സ്റ്റാർട്ട് ഇല്ല, കാര്യം ആക്റ്റീവ് ആണ് ഈ വണ്ടി. ആക്റ്റീവ് ആണ്, പെട്രോൾ ആയതുകൊണ്ട് കംപ്ലൈന്റ് പറയും അല്ലേ? അതെ അതെ, മൈലേജ് കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആ ഓക്കെ, 14 വണ്ടി. അതെ, തീർച്ചയായും. എന്തുവാണ് ഇത്? അപ്പൊ ഇതിനകത്ത് റീപ്ലേസ് ഒന്നുമില്ല. ഇതിനകത്തുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല്, ചെറിയ രീതി ഫിനാൻസ് നോക്കുന്നവർ നമുക്ക് കുറച്ച് ഫിനാൻസ് ഇട്ട് നമുക്ക് ഈ വണ്ടി എടുക്കാൻ പറ്റും. മഴക്കാലത്തൊക്കെ മഴ ഉള്ളതാണ് പോവാം. മഴയുള്ള കംപ്ലൈന്റ് ഒന്നും. പെട്രോൾ അല്ലേ? പെട്രോൾ നമ്മൾ 2 ലക്ഷം കിട്ടുന്നത് 35,000 ഓഫർ ഉണ്ട്. 2,15 കൊടുത്തേക്കാം. 2,15,000 രൂപയ്ക്ക് 2014 മോഡൽ എക്സ്വി വണ്ടി ആക്റ്റീവ് കേട്ടോ. ആക്റ്റീവ്. അതുപോലെ തന്നെ സെയിം സാധനം അല്ലാത്ത ഒരു 2014 ഗ്രാൻഡ് ഐറ്റൺ ആണ്. ഇത് ആസ്ത ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഗ്രാൻഡ് ഐറ്റൺ ആസ്ത ഓട്ടോമാറ്റിക്, വെറും 70,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഇതും നമ്മൾ വില കൊണ്ട് ഞെട്ടിക്കും. 3.5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന 20,000 ഓഫർ 3.30 കൊടുക്കാം. ഓ മൈ ഗോഡ്, രാവിലെ തന്നെ സൂര്യൻ ഇത്ര ഉദിച്ചിട്ടല്ലേ ഉള്ളൂ, രാവിലെ തന്നെ നെഗറ്റീവ് ആണല്ലോ. 15 പറഞ്ഞേ. 15 മോഡല് ആസ്ത പുഷ്പട്ട സ്റ്റാർട്ട്, അലോയ്സ്, സ്റ്റിയറിംഗ് കൺട്രോളർ, റിയർ അഡ്ജസ്റ്റ് മിറർ, റിയർ ഫോൾഡിംഗ് പോവാ ഇങ്ങോട്ട്. ഇയാൾ ഹുണ്ടായല്ലേ യൂസ് ചെയ്യുന്നത്? ഇയാൾ കൂടുതൽ അല്ല വണ്ടി അല്ല, ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് മൈലേജ് ഒരു 10-12 പ്രതീക്ഷ മതി, പക്ഷെ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല, പെട്രോൾ ആയതുകൊണ്ട് കേട്ടോ. അപ്പം 3.30 വണ്ടി എടുക്കാം. ഏറെക്കുറെ 3 ലക്ഷം രൂപ ലോണും കിട്ടും. ഒരു 30,000 രൂപ കൊണ്ടുവേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഓട്ടോമാറ്റിക് വണ്ടി എടുത്തോണ്ട് പോകാം. 5 ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ല, 2.5 ലക്ഷം രൂപയ്ക്ക് എനിക്ക് ഞാൻ എടുത്തോളാം. എങ്ങനെ ഇരിക്കുന്നു? പെണ്ണുപിള്ളക്ക് യൂസ് ചെയ്യാനാ വന്ന പോലെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കുഞ്ഞൻ സോപ്പൂട്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതേതാ മോഡൽ? ശരിക്കും സോപ്പൂട്ടി അജി പറഞ്ഞ കറക്റ്റാ. 2025 മോഡൽ ഓൾട്ടോ കേട്ടൺ LX ഓപ്ഷൻ വണ്ടിയാണ്. പുത്തൻ വണ്ടിയാണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5,000 ഓടിച്ചപ്പോഴത്തേക്കും പുതിയ മാറി. അത് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ഒക്കെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, പക്ഷെ സെക്കൻഡ് കാർ ആയിട്ടൊക്കെ ട്രാഫിക്കിലൊക്കെ ഉപയോഗിക്കാൻ അടിപൊളി സാധനം അല്ലേ? സിറ്റി ഡ്രൈവിന്. അത് ഈ മക്കളൊക്കെ സ്കൂളിൽ കൊണ്ടുവിടാം, മീൻ വാങ്ങാൻ പോവാ. പണക്കാർക്കൊക്കെ അങ്ങനെ ചിന്തിക്കാം. ഞങ്ങളിപ്പോഴുള്ള പാവങ്ങൾ ഇതൊക്കെ വണ്ടി ഓടിച്ചോണ്ട് നടക്കും. ഞങ്ങൾക്ക് ഇത് ബെൻസ് ആണ്. നല്ല വണ്ടി കേട്ടോ, നല്ല വണ്ടിയാ. അപ്പം പറഞ്ഞു വന്നത് 5,000 കിലോമീറ്റർ വണ്ടി 3,80,000 രൂപ നമ്മളെ പ്രൈസ്. പക്ഷെ അതിലത് 20 ഓഫർ ഉണ്ട്. 3.60 2025 വണ്ടി ഇറക്കി കൊണ്ടുപോകും. 3.60 നല്ല പ്രൈസ് കുറഞ്ഞ, നല്ല പ്രൈസ് നല്ല കുറവാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു 7.5 ലക്ഷം രൂപ അത്രയൊന്നുമില്ല. ഇതെന്താണ്ട് ഒരു 6 രൂപ വില അടുപ്പിച്ചു. 6 രൂപയുള്ളൂ. ഇതിന് അല്ല, ഇതിന്റെ 7 സംതിങ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. VXI ഓട്ടോമാറ്റിക് ആയിരിക്കും അല്ലേ? ശരി, ഓക്കെ. അപ്പൊ എന്തായാലും 3,60,000 രൂപയ്ക്ക് നമുക്ക് 2025 വണ്ടി ആലോചിക്കണം. അതെ, വേറെ 5,000 കിലോമീറ്റർ മാത്രമേ. വണ്ടി അണ്ടർ വാറന്റിയിലുമാണ്. 25 വണ്ടിക്ക് പിന്നെ വാറന്റി ഉണ്ടാവും. പിന്നെ അല്ല, നമ്മളെന്താ പൊട്ടന്മാരോ? ശശികല അല്ല. 2021 കിഡ് ക്ലൈംബർ ആണ് വണ്ടി. ഇത് ക്ലൈംബർ ആണ്. 21 11/10/2021. അതെ, 21 പറഞ്ഞത്. ഞാൻ 23. ഈ ആംബുലൻസ് കേട്ടില്ല, സോറി. ശരി. അപ്പൊ വേറെ ഗുണം എന്ന് പറയുന്നത് 10 ഇഞ്ച് സ്ക്രീന്, 4 4 ഡോർ പവർ വിൻഡോ, എല്ലാ സാധനം ഉണ്ടാവും. കറക്റ്റ് ആണ്. അതാണ്. പിന്നെ കിലോമീറ്റർ 16,000 ഓടിയിട്ടുള്ളൂ. മാനുവൽ അല്ലേ? മാനുവൽ വണ്ടി. ഓക്കെ. ഇത് നമുക്ക് പ്രൈസോ? നമ്മൾ 3.90 ആയിരുന്നു ആസ്കിങ്. നമ്മുടെ കസ്റ്റമറിന് വേണ്ടി ഇതിനകത്ത് ഒരു 25,000 രൂപ കുറച്ച് 3.65 നിങ്ങൾക്ക് ഫുൾ ഓൺ ഈ വണ്ടി എടുത്തോണ്ടോ. സ്നേഹത്തിന്റെ പേരിൽ അമ്പൊക്കെ കുറച്ചുകൂടെ സുഹേൽ ബ്രോ. എന്നിട്ട് വേണം ഞാൻ ഇവിടെ പിച്ചച്ചട്ടി എടുത്തിരിക്കാൻ. അപ്പൊ ഞാനാരായി? ഓക്കെ, അപ്പൊ 3,65,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഓൺ കിട്ടും കേട്ടോ. നോട്ട് പോയിന്റ് ഫുൾ പോയിന്റ്. 3,60,000 എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ വില തന്നെയാണ്. 21 വണ്ടിക്ക് കുറഞ്ഞ വില തന്നെയാണ്, കൂടുതലൊന്നും പറയാനില്ല.
അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് 2021 തന്നെയാണ് വണ്ടിയാണ്. ഇത് പിന്നെ 1 ലിറ്റർ വണ്ടിയാണ്. RXT ഓപ്ഷൻ ആണ് വണ്ടി. നല്ല പവറും ഉണ്ട്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. RXT ഓപ്ഷൻ ആണ്. നമ്മളിത് 350 ആണ് നമ്മൾ ഇട്ടിരുന്നത്. 20,000 ഇതിന് ഓഫർ 330 ഫുൾ ഓണോ അതിന് മേളിലോ കിട്ടും. 21 വണ്ടി. അതായത് ക്ലൈംബർ വന്നപ്പോൾ അതിന്റെ മാറ്റങ്ങൾ കണ്ടോ? കുറച്ച് ക്ലാഡിങ്ങൾ, അതായത് നമ്മുടെ ക്രോസ് എന്ന് പറഞ്ഞ പോലെ വരുന്ന സാധനമാണ്. വേറെ ഒന്നുമില്ല, എഞ്ചിൻ എല്ലാം സെയിം തന്നെയാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ ഇപ്പൊ അതുപോലെ ആക്കാനും ചെറിയ പൈസ ചെലവേ ഉള്ളൂ. അതായത് 3,20,000 രൂപയ്ക്ക് 3,30,000 രൂപയ്ക്ക് ഇത് ഫുൾ ലോൺ കിട്ടും. ഫുൾ ലോണിൽ അതൊക്കെ മേലെ ലോൺ കിട്ടും. സെയിം സാധനം സെയിം സാധനം 2023 മോഡൽ RXT ഓപ്ഷൻ തന്നെയാണ്. 52,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 5-2 സിംഗിൾ ഓണർ വണ്ടി. ശരി. ഈ വണ്ടി വന്നിട്ട് നമ്മൾ ഇത് 390 ഇട്ടിരുന്ന 20,000 ഓഫർ 3,70,000 എടുത്തുണ്ടാവും. 2023 ആണ് വണ്ടി. 23 അല്ലേ? 23 അത് ലോ കിലോമീറ്റർ അല്ലേ? ലോ കിലോമീറ്റർ. ഇതിനൊന്നും അപാകത വരുത്തോലും ഇല്ല. അതാണ്. ഇനി പഴയ മോഡൽ കുറച്ച് 2-3 കിഡ് അങ്ങോട്ട് കാണിച്ചു തരാം. പഴയ മോഡൽ എന്ന് പറയുമ്പോണ്ടല്ലോ ഈ റെഡ് വണ്ടി 2019 മോഡലാണ്. 19 അല്ലേ? ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓട്ടോമാറ്റിക്കാ? ഇത് കിഡ് സുനിയാണ്. സുനിന്റെ വണ്ടിയാണ്. സുനിന്റെ കിഡാണ്. സുനി ആരാന്ന് അറിയില്ലെങ്കിൽ സുനി ഫേമസ് ആയി. അതെ. ഇതിപ്പോ പിന്നെ മോഡൽ ഏതാ? ഇത് 2019 വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർ വണ്ടിയാണ്. സുനിന്റെ വണ്ടിയൊക്കെ നല്ല ക്ലീൻ ആട്ടോ. നല്ല ക്ലീൻ വണ്ടിയാണ്. ഈ വണ്ടിക്ക് ഒരു ഗുണമുണ്ട്, നല്ല വിലക്കുറവാണ്. എത്ര കൊടുക്കും? അതായത് നമ്മളിവിടെ 2,80,000 കിട്ടുന്നതാണ്. 40,000 ഓഫർ 2,40,000. അതായത് ഒരു 3 രൂപ ലോണും കിട്ടും. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 19 മോഡലാണ്. 2,40 പറയുമ്പോൾ ഒരു 17 വണ്ടിന്റെ വില. അത്രേ ഉള്ളൂ. മോശമൊന്നുമില്ല, ഒരു മോശമില്ല. അതും സിംഗിൾ ഓണർ 35,000 കിലോമീറ്റർ. അടിപൊളി. ഈ പുതിയ വണ്ടി 2025 കിഡാണ്. 25 RXT ഓപ്ഷൻ 1 ലിറ്റർ തന്നെയാണ് വണ്ടി. വെറും 3,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിയാണ്. ഇത് നമ്മളിവിടെ മറ്റേ ലോണൊക്കെ ചെയ്യുന്ന അല്ലേഷ് സാറിന്റെ വണ്ടിയാണത്. സാർ സിറ്റി ഡ്രൈവിന് വേണ്ടി എടുത്തേ. അതെ. അപ്പൊ ഇത് വെറും 3,500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടി നമ്മൾ 480 ഇട്ടുന്നതാണ്. നമുക്ക് 30,000 ഫുള്ളി 30,000 കുറച്ച് കൊടുക്കാൻ പറ്റും. 4,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കും. 4,50,000 രൂപയ്ക്ക്. അതൊക്കെ നല്ല പ്രൈസ് ആട്ടോ. ഏറെക്കുറെ 7 രൂപയ്ക്കകത്ത് വണ്ടി കേസില്ലേ? വെറും 3,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? പിന്നെ അത് അണ്ടർ വാറന്റി 5 കൊല്ലം. അത് ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. 25 വണ്ടിക്ക് വാറന്റി ഉണ്ടാവും ചിന്തിക്കാനുള്ള ബോധം ഞാൻ കണ്ടു. ഇനി വീണ്ടും ഒരു കിഡ്. അതെ, വീണ്ടും കിഡ് എടുത്തിടുന്നതിന്റെ ഒരു കാര്യം മനസ്സിലായോ? അതായത് ലോ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. എല്ലാം കൊണ്ടും കൺവീനിയന്റ് ആണ്. അതെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അത്യാവശ്യം. മാത്രമല്ല സർവീസ് ഒക്കെ ഒരു 3,000 രൂപ ഉള്ളൂ ഒരു സർവീസ് ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക്. അപ്പൊ എല്ലാം കൊണ്ടും നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഷോറൂമുകളുണ്ട്, കംപ്ലൈന്റ് കുറവാണ്, മൈലേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു 17 വണ്ടിയാണ്. ഇത് 75,000 കിലോമീറ്റർ ഓടിയ RXL ആണ് വണ്ടി. RXL എന്ന് പറയുമ്പോൾ ബേസിന് തൊട്ടുമുള്ള AC ഫർസിന് ഫ്രണ്ട് 2 പവർ ഉണ്ട്. അപ്പൊ ഇത് 2.5 ലക്ഷം ഇട്ടിരുന്നത് 50,000 ഓഫർ 2 രൂപയ്ക്ക് എടുത്തോണ്ട് പോവാം. 17 വണ്ടിക്ക് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ. അടിപൊളി. അതും ഫുൾ ലോൺ. രൂപ പോലും മുടക്കണ്ട കേട്ടോ. 1 രൂപ, ഒരു നാരങ്ങ മുട്ടായുടെ പൈസ പോലും മുടക്കണ്ട. അതാണ്. ചിലപ്പോ ഇതോ 18 മോഡൽ ഇയോൺ എറാ പ്ലസ്. 18 എറാ പ്ലസ് വൃത്തിയുണ്ട് അല്ലേ? നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിന്റെ കൂടെ ഗ്രേ കളർ ഉണ്ടായിരുന്നു, അത് പോയി. ഇവൻ പോവൂല അല്ലേ? ഇവൻ എന്നെ കൊണ്ടേ പോവുള്ളൂ. ഇവരല്ല, അവൻ. ഞാൻ കാണിച്ചതാ. ഇതിപ്പോ 2.5 ലക്ഷം രൂപ ആസ്കിങ്, 50,000 ഓഫറിന്റെ 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നോക്കണം. 18 മോഡല് ഇയോൺ എറാ പ്ലസ്. അതെ, 18 മോഡൽ അല്ലേ? 18 മോഡൽ. 2 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് 18 മോഡലിൽ ഈ വണ്ടി എവിടെയും കിട്ടൂല. ഒരിക്കലും കിട്ടും. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല. ഇത് നമ്മുടെ സ്വന്തം സാധനം. ഇത് 1000 cc വണ്ടി. 1000 cc ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ പറയുകയാണ്, ഈ വണ്ടി നല്ല വണ്ടിയാണ്. ആദ്യമായിട്ട് കാണുന്നവർ മാത്രം ഒരു ആരോടും ചോദിക്കാണ്ട് എടുത്തോളൂ, ധൈര്യമായിട്ട് എടുക്കുക. പിന്നെ ഇതിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയിട്ടുണ്ട്, ഇതൊക്കെ ഞാൻ മാറ്റി. പിന്നെ വേറെ കേസുണ്ട്, ഇത് നിങ്ങളുടെ കയ്യിൽ വന്നാൽ പിന്നെ നിങ്ങളെ വിട്ട് പോവില്ല. അതെ, സെറ്റാണ് വണ്ടിക്ക്. 15 മോഡൽ ഇയോൺ മാഗ്നയാണ്. ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ടാവും ഇത് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ വണ്ടിക്ക്? ഒരു കംപ്ലൈന്റും ഇല്ല. സത്യം പറഞ്ഞാൽ നമ്മളെ അണ്ണന്മാരുടെ ഇതൊക്കെ ഒന്ന് മാറ്റിയിടാൻ വേണ്ടി പറഞ്ഞാണ്. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പ്രശ്നമാണ്. അതായത് ഇത് RC ഒന്ന് കുടുങ്ങിയിട്ട് കുറച്ച് നാൾ കിടന്നുപോയി. അതെ, അതിപ്പോ റെഡിയായി. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെന്ന് നിങ്ങളോട് ഒന്ന് തെളിച്ചാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അങ്ങോട്ട് വരും. അത്രയൊക്കെ ഗ്യാരണ്ടി പറയാൻ പറ്റുള്ളൂ. അപ്പം 1000 cc മാഗ്ന 60, നമുക്ക് ഇത് 1,80,000 രൂപ കൊടുത്തേക്കാം. 1,80,000. 15 വണ്ടി 1000 cc. സ്പോർട്സ് അല്ല, മാഗ്ന അല്ലേ? എല്ലാം ഉണ്ട്, സെറ്റ്, എയർ ബാഗ്, എല്ലാ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു ഫോഗ് ലാമ്പ് ഇല്ല കേട്ടോ. ഫോഗ് ലാമ്പ് വെച്ചു കേട്ടോ. അതുപോലെ തന്നെ i20 19 മോഡൽ i20 സ്പോർട്സ് പെട്രോൾ ആണ്.
പെട്രോളാ 19 പെട്രോൾ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒന്ന് പോളിഷ് ചെയ്യാണ്ട് ഒന്ന് പോളിഷ് ഏതാണ്ട് ഇവിടെ കിടന്നേ ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു അതെല്ലാം അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാം. അല്ല ഇപ്പൊ വെട്ടിയതാ അവരിപ്പോ അത് ഏത് കാലത്ത് ഒരു സാധനം ഉണ്ടായിരുന്നു ഒരു പപ്പായ ഉണ്ടായിരുന്നു 3 മാസം മുമ്പ് വരെ ഇല്ലല്ലോ. തേക്ക് ഉണ്ടായിരുന്നു. എന്തൊക്കെയാ നെഗറ്റീവ്. പോളിഷ് ഒക്കെ ചെയ്താൽ വൃത്തിയാക്കി തരും. അപ്പൊ 19 മോഡൽ i20 സ്പോർട്സ് പെട്രോൾ ആണ്. 52,000 കിലോമീറ്റർ നമ്മൾ 5 ഇട്ടിരുന്നതാണ്. 50,000 ഓഫർ ഉണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫുൾ ഓണില് 19 വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ആലോചിക്കണം 19 മോഡലാണ്. 5 ലക്ഷം രൂപ കുറയോ? കുറയില്ല 5 രൂപ ഫിക്സഡാ. കാര്യം നഷ്ടമാ വണ്ടി. അതെന്ത് ഓർത്താനാ ഒറ്റയ്ക്ക് കുറയില്ല എന്നൊക്കെ പറഞ്ഞേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, 5 വർഷം ഒരു 100 രൂപ ഞാൻ അജി പറഞ്ഞത്. അതെ, നിങ്ങൾ വരിക, വന്ന് വണ്ടി കാണുക. വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഈ പറഞ്ഞൊന്നുമല്ല വിലയൊക്കെ കുറച്ച് തരും കേട്ടോ. അതുപോലെ ഒരു 1 ലക്ഷം രൂപ എടുത്ത് നീട്ടിയാൽ സുവൽ പ്രോ പറയും പോട്ടെ 5000. ഇതൊരു i20 ആണ്. ആണോ? പക്ഷെ ഇത് കൊടുക്കൂല. എന്താ പറയാം, കൊടുത്തായിരിക്കും അല്ലേ? കൊടുത്തു. ഇതോ? ഇത് 2022 മോഡല് പാവങ്ങളുടെ ഇന്നോവയ ട്രൈബർ RXT ആണ്. 1 ലിറ്ററാ? 1 ലിറ്ററിലേ ഉള്ളൂ ട്രൈബർ. 800 cc ഇല്ല. മാനുവൽ ഇഷ്ടം പോലെ 800 cc ഉണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇല്ലേ അജു പറയണ പൈസ ഞാൻ അല്ല. ട്രൈബറിൽ 800 ഇല്ല, 1 ലിറ്റർ ഉള്ളൂ. 800 cc വലിക്കണ്ടേടോ? ഓട്ടോമാറ്റിക് അല്ലേ ശരിക്കും 1 ലിറ്റർ? ഇല്ല, അത് കിഡിനകത്താണ്. ഈ ട്രൈബറിനകത്ത് എല്ലാം 1000 cc ഉള്ളൂ. മോഡൽ ഏതാ? 2022 വണ്ടി. നമുക്ക് ഇത് 5.5 ലക്ഷം രൂപ കിട്ടുന്ന പ്രൈസ് അത് വേണ്ട. 50 രൂപ ഓഫർ ഉണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി വന്നേക്കാം. അതായത് 2022 വണ്ടി. 22 ഡ്രൈവർ. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ 70 ഓടിയിട്ടുണ്ട്. അതെയോ? ഫുൾ ഓൺ തന്നേക്കാം. ഫുൾ ഒരു അപാകതയില്ല, ഒറ്റ അപാകതയില്ല. നിങ്ങൾക്ക് 1 രൂപ ഒരു നാരങ്ങ മുട്ടയുടെ പൈസ വേണ്ട. ഇത് ഫുൾ ഓണി തന്നേക്കാം. അത് കൊടുത്തില്ലെങ്കിലാണ് നാരങ്ങ മുട്ടായി നിങ്ങൾ അതൊക്കെ നമ്മളെ തരും. അതെ, ഇതാണ് മുതല്. അതായത് നിങ്ങൾ ഈ വണ്ടി എടുക്കണം. 2015 മോഡൽ നല്ല കിടിലം വണ്ടിയാണ്. ലോഡ്ജ് ഷസാൻ പറയുന്നതൊക്കെ പറയാം. ഒരു രക്ഷയില്ലാത്തൊരു വണ്ടി. ഒരു രക്ഷയില്ല, എനിക്കൊരു രക്ഷയില്ല. 2015 മോഡല് ലോഡ്ജ്. എനിക്കൊരു 2 മാസമായാലും ഇവിടെ കിടക്കുന്നു. 2 മാസം കംപ്ലൈന്റ് ഉണ്ടാവോ? എഞ്ചിൻ ഇല്ല അജു, ശരിക്കും ലോഡ്ജ് ആയതുകൊണ്ടാണ് ചിലർക്ക് ഒരു മടി. ഞാൻ ഇത് സ്കൂൾ തുറക്കുന്ന സമയമാണ് ഇത് സുഖമായിട്ട് വിറ്റ് പോയത്. ഏത് സ്കൂളാ പൂട്ടിയത്? അല്ല, ഇതിപ്പോ ജൂൺ ജൂലൈ ആയില്ല ഇപ്പം. അതെ. അപ്പോഴേ അതിനുശേഷം ശരിക്കും കിട്ടും. 15 ലോഡ്ജിൽ ആലോചിക്കണം. 7 സീറ്റ് വണ്ടി, RXT ആണ് വണ്ടി. നമുക്ക് ഇത് വെറും 2.25 ലക്ഷം രൂപ കൊടുത്തേക്കാം. 2.25 കൊടുക്കാം. കഴിഞ്ഞോട്ട് നമ്മൾ 3 രൂപ ഇട്ടിരുന്നത് 25,000 ഞാൻ താത്തിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് താക്കിക്കരുത് പ്ലീസ്. അതായത് സാധനം നല്ല വണ്ടിയൊക്കെ തന്നെയാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ എടുത്ത് ഉപയോഗിക്കാൻ നല്ലോണം ചെക്ക്. ഇത് നമ്മൾ ഒരു എക്സ്ചേഞ്ച് എടുത്താണ്, നല്ല വില കൊടുത്ത് എടുത്തതാണ് അന്നത്. പിന്നെ നമുക്ക് ചില വണ്ടികളൊക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ കുടുങ്ങി പോണാണ്. അല്ല, ഇതിനകത്ത് വേറെ ഇതൊന്നുമില്ല. പക്ഷേ ഞാൻ ഒറ്റ കാര്യം, എനിക്കിപ്പോ ബാക്കിയൊന്നും അറിയണ്ട. വണ്ടിക്ക് കംപ്ലൈന്റ് ഉണ്ടോ? അജി വണ്ടി എടുത്ത് യൂസ് ചെയ്യാവോ? പൈസ ഞാൻ ഫിനാൻസ് ഇട്ട് തരാം. അതായത് കൂടെ നിൽക്കുന്നവനെ തന്നെ കൊത്തണം. നല്ലതാ. അപ്പൊ ഈ വണ്ടി ശരിക്കും 2.25 ലക്ഷം രൂപ നിങ്ങൾക്ക് ഫുൾ ലോൺ മേടിച്ചു തരാം കേട്ടോ. ഈ വണ്ടി ആരെടുത്താലും 1 രൂപ വരണ്ട. 7 സീറ്റ് വണ്ടിയാണ്. അത്യാവശ്യം ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ വന്നോളൂ, നമുക്ക് തരാം. പിന്നെ നേരെ വരുവാണെങ്കിൽ 19 മറാസോയിലോട്ട് വരുവാണ്. അതെ, നല്ല ഇത് ഞാനൊരു കുറ്റം പറയില്ല, നല്ല വണ്ടിയാണ്. നല്ല വണ്ടി മഹീന്ദ്ര മറാസോ. ഇത് M2 അല്ലേ? M2 ആണ്. ബേസ് ആണ്. പിന്നെ ഇതിന് ചെറിയ ആക്സിഡന്റ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഇത് എന്തൊക്കെ ഫ്രണ്ട് ബോണറ്റ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. നമ്മുടെ വണ്ടിയില്ല, നമ്മൾ ഇത് കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ടാക്സി ആയിരുന്നോ? ടാക്സി അല്ല, ഒറിജിനൽ ഓണർ വണ്ടി, പ്രൈവറ്റ് വണ്ടി തന്നെയാണ്. അതെ, ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഞാൻ രാജു എന്തെങ്കിലും റീപ്ലേസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത്. ഇതിന് റീപ്ലേസ് ഉണ്ട്. മെയിൻ ക്ലാസ് മാറിയോ? എനിക്ക് അറിയൂല അജു. അതല്ല, പിന്നെ അപ്പോ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ഇടിയൊക്കെ കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് വേണ്ടവര് നമ്മളെ വിളിക്കുക, നമ്പർ തരാം. നിങ്ങൾ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്തിട്ടൊക്കെ എടുത്താൽ മതി. ഇത് 2019 മോഡല് 5 ലക്ഷം രൂപ കസ്റ്റമർ ഇട്ടിരുന്ന പ്രൈസ് 50 രൂപ കുറച്ചിട്ട് 4 രൂപയ്ക്ക് 19 7 സീറ്റ് മറാസോ. അത്രേ ഉള്ളൂ. അത് അതിന്റെ ഉള്ളു. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് പറഞ്ഞു. പണ്ടാണ് 4 രൂപ എന്ന് വയ്ക്കായിരുന്നു. ഇതിപ്പോ അതൊക്കെ ഉള്ളു. തെളിഞ്ഞ് അപ്പൊ നേരെ പറയണേ 98 മോഡല് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2015 മോഡല് മറ്റേ താറാന്ന് വിചാരിക്കും. പക്ഷെ സ്വന്തം വിചാരിക്കേണ്ടി വരും, ഞങ്ങൾ വിചാരിക്കൂല. ഇയാള് വലിയ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ. അതായത് നമ്മുടെ MM540 കേട്ടോ. ഗുണം എന്ന് പറയുന്നത് പിന്നെ ഇലക്ട്രോണിക്സ് ഒന്നും ഇല്ലാത്ത എതിരെ കൊണ്ടുപോവാ. ഇത് പവർ സ്റ്റിയറിംഗ് കയറ്റിയതായി വണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ കൊള്ളാലോ. പവർ ബ്രേക്കോ? പവർ ബ്രേക്ക് ഉണ്ട്.
AC പവർ ആണ് കാര്യമായിട്ട്. AC ഉണ്ടോ? AC ഉണ്ട്. AC ഉണ്ട്. AC ഉണ്ടോ? ഇല്ല AC ഇല്ലെന്ന് തോന്നുന്നു. AC ഉണ്ടാവില്ല. പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, ചിലപ്പോൾ പവർ ഈ ബ്രേക്ക് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. മോശമൊന്നുമില്ല വണ്ടി. കൊള്ളാലോ, ഇന്ത്യയിലൊക്കെ അത്യാവശ്യം കൊള്ളാം അല്ലേ? നല്ല വണ്ടി ആജു. എത്ര മോഡലാണ്? 98. അപ്പൊ നല്ല വണ്ടിയാ. അതായത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള വണ്ടിയാണ്. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മോഹത്തിനും ഒരു ആഗ്രഹത്തിനൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത്യാവശ്യം ഓഫ് റോഡ് ഒക്കെ ഓടിക്കാം. കാറല്ല, MM540 ആണ്. നല്ല സ്ട്രോങ് ആണ് സാധനം. അത് പിന്നെ ഇരുമ്പ് പിടിച്ച് തൂങ്ങിയ പിന്നെ സ്ട്രോങ് അല്ലേ? ഓ മൈ ഗോഡ്. ഇതെന്താ വില? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 2.5 ലക്ഷം രൂപ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ വരുവാണെങ്കിൽ നമുക്ക് കസ്റ്റമറോട് സംസാരിക്കാനുള്ള സംവിധാനം ചെയ്തു തരാം. അതായത് ചോദ്യം പാർക്ക് എന്തും ചോദിക്കാമല്ലോ, എന്തും ചോദിക്കാം. വരുമ്പോ നിങ്ങൾ പറഞ്ഞോ നിങ്ങൾക്ക് എത്ര എടുക്കാൻ പറ്റും. ഇതൊന്നും കണ്ടിട്ട് ഇനി നമ്മളെ പൊങ്കാല ഇടാൻ പറ്റില്ല. അതെ, കേട്ടോ, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇതാണെങ്കിലോ ഇതിപ്പോ ഒരു എക്സ്ചേഞ്ച് എടുത്ത വണ്ടിയാണ്. ഇയോൺ ആണ്, 2013 വണ്ടിയാണ്, എറയാണ്. വണ്ടി ഒരു 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഈ നിലവിൽ കാണുന്ന കണ്ടിച്ചു കുറച്ച് പെയിന്റിങ്ങുകളുണ്ട്, അല്ല വേറെ ഒന്നും. AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ ഉണ്ട്, കുറച്ച് പെയിന്റിംഗ് അല്ല വേറെ ഒന്നുമില്ല. നമുക്ക് ഈ വണ്ടി ഒരു 75,000 രൂപ കൊണ്ടുവന്ന് എടുത്തോണ്ട് പോയിക്കോട്ടെ. വേറെ 75 രൂപ. ചെറിയ ചെറിയ ഡെന്റിങ്ങും പെയിന്റിംഗ് ഉണ്ട്. എഞ്ചിനൊക്കെ പക്ക. എഞ്ചിന് അത് ഒരു പ്രശ്നമില്ല. നല്ല വണ്ടിയാണ്. ഗിയർ ബോക്സ് എല്ലാം പക്കയാണ്. എന്താ പറയുന്നത്? ഫ്രാങ്ക് എല്ലാവർക്കും അറിയാനാണ്. റണ്ണിംഗ് ഒക്കെ എന്താ അവസ്ഥ? അതാ പറഞ്ഞ റണ്ണിംഗ് ഒരു പ്രശ്നമില്ല. നമ്മൾ ഇവിടെ വന്നപ്പോ എക്സ്ചേഞ്ച് എടുത്ത പിന്നെ ഇതുകൊണ്ട് പെയിന്റ് ചെയ്യാനും എടുക്കാനുള്ള സമയം നമുക്കില്ല. അപ്പൊ ഇത് ആ വിലയ്ക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. 75 രൂപയാണ്. വേണമെങ്കിൽ നമുക്കൊരു 10,000 വേണമെങ്കിൽ പിന്നെയും കുറച്ച് കൊടുക്കാം. അത് വന്ന് കണ്ടിട്ട് ഒരു 70 രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കാം. അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. 50 രൂപ വരുമോ? 50 രൂപ ഞാൻ 65 രൂപ വിലയിട്ട് എടുത്ത സാധനം. എന്നാൽ 65 രൂപ വരുമോ? 65 രൂപ കൊടുക്കാം, കുഴപ്പമില്ല. കൊള്ളാം. അത് വേണമെങ്കിൽ നോക്കാം. 65,000 രൂപയ്ക്ക് അത് കിട്ടാന്ന് കിട്ടും. അത് സത്യമാണ്. അത് നോക്കിക്കോട്ടെ, അത് നിങ്ങൾ മിസ് ചെയ്യും. ആൾട്ടോ പോലും കിട്ടില്ല. ഇത് AC പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം ഉള്ള വണ്ടി. സത്യം നല്ല വണ്ടി അല്ലേ? അതൊക്കെ കൊണ്ട് എനിക്കൊന്നൊരു 10-20 രൂപ മുടക്കിയാൽ പോലെ മൊത്തത്തിൽ. എന്തിനാച്ചോ ഈ ഇഞ്ചിനും ഈ ബോഡിയും കൂടെ തൂക്കി കൊടുത്താൽ കിട്ടത്തില്ല. ഞാൻ ഈ പറഞ്ഞ റേറ്റ് 65,000 അങ്ങ് ചെല്ലേണ്ടി വരും. ഓ മൈ ഗോഡ്. ശരി, ഓക്കെ. ഇതോ അപ്പൊ നമ്മളെ ഇത് അവസാനത്തെ വണ്ടിയല്ലോ. ഞാൻ ഇത് അവസാനം ഇനി അങ്ങോട്ട് വണ്ടി സോറി ഞാൻ. അപ്പൊ ഇത് 18 മോഡല് സിയാദ് സിഗ്മയാണ്. അതായത് ഡീസൽ അല്ല, ഇതിൽ പെട്രോളാണ്. സിഗ്മ ബേസ് ആണ്. പക്ഷെ ഇതിനകത്തുള്ള ആലോചിച്ച് ഒക്കെ ഉണ്ടോ? പിന്നെ ഫുള്ള് കുറെ ഫിറ്റിംഗ്സ് ആയിരുന്നു. സീറ്റൊക്കെ ഭയങ്കര മസിലായിട്ട് ചെയ്തിട്ടുണ്ട്. സീറ്റ്, ടച്ച് സ്ക്രീൻ സെറ്റ്, ചപ്പ് ചവറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുക്കൻ അതായത് ടയറൊക്കെ മാറാൻ നല്ല വിലയാവില്ല. അജുവിന് അറിയാൻ പറ്റില്ല ടയറൊക്കെ. ഈ വീലിനൊക്കെ നല്ല പൈസ. അല്ല, ഈ ടയറിന് എത്ര രൂപ ആവും? ടയർ യൂസ്ഡ് ഒക്കെ എടുക്കാം എന്ന് വിചാരിക്കാം. അതെ അല്ലേ? ഇത് 45 ആണ് സംഭവം. ടയറിന്റെ സൈസേ ആണോ? അതായത് 45ന്റെ മറ്റേ റൗണ്ട് ആയിട്ട് വരുന്ന എന്തോ ഒരു വീപ്പ പോലത്തെ സാധനം. അതങ്ങ് പോട്ടെ. അപ്പൊ പിന്നെ എന്തായാലും 5.5 ലക്ഷം രൂപ ചോദിച്ച വണ്ടി 50 രൂപ ഓഫർ 5 രൂപയ്ക്ക്. 18 വണ്ടിയാണ്. 18 മോഡൽ ഉണ്ട്. 18 മോഡൽ. പക്ഷേ ബേസാന്ന് പറഞ്ഞാൽ സകല സാധനം ഉണ്ട്. എല്ലാ സാധനം ഉണ്ട്. സീറ്റ് ഊരി എന്റെ വണ്ടിയിൽ വെച്ചാലോ? നല്ല വളരെ മികച്ച ഒരു തീരുമാനം. 5 ലക്ഷം രൂപയ്ക്ക് 18 വണ്ടി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ലോണും കിട്ടും കേട്ടോ. അതൊക്കെ കയറും. ഇനി കൈകറാണെങ്കിലോ? കൈകറാണ് വണ്ടി. എന്ത് വണ്ടി? സെറ്റ് വണ്ടി. എല്ലാ ഓപ്ഷനും ഉണ്ട്. 2021 വണ്ടി കണ്ട. ആലോയി കണ്ടോ? 2021 RXT ഓപ്ഷൻ. എല്ലാ സാധനം ഉണ്ട്. ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഉണ്ട്. വെറും 18,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണെന്നറിയില്ല, ഈ റെനോൾട്ടിനോട് ആൾക്കാർക്ക് ഒരു താല്പര്യം കുറവുണ്ടല്ലേ? വണ്ടി നല്ല വണ്ടി, നല്ല വണ്ടി, കംപ്ലൈന്റ് ഇല്ല. സർവീസ് ചാർജ് കുറവുണ്ട്, മൈലേജ് കുറവല്ല, മൈലേജ് ഉണ്ട്. പിന്നെ കംപ്ലൈന്റ് ഇല്ല. മെയിൻ സംഭവം പറയാം, നമ്മൾ ഇത് ഷോറൂമിൽ കയറി കഴിഞ്ഞാൽ ഒരു 4,000 രൂപ അങ്ങ് അറ്റ 5,000 രൂപ. അതിനേക്കാളൊക്കെ ഉപരി ശരിക്കും ഒരു വലിയ SUV തന്നെയാണ്. XUV തന്നെ. അതെ അതെ. ഇരിക്കുമ്പോഴൊക്കെ ഉണ്ട്. അപ്പൊ ഈ വണ്ടി 5.5 ലക്ഷം രൂപ നമ്മൾ ആസ്കിങ്, 50,000 ഓഫർ 5 രൂപയ്ക്ക്. നിങ്ങൾ 1 രൂപ, ഈ 1 രൂപ തരണ്ടെന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള കാര്യം കേട്ടോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കിട്ടും. കാര്യം എങ്ങനെ ഇട്ടാലും ഇതിന് ഒരു 6 വാല്യൂഷൻ വരും. അല്ലാതെ ഈ പ്രൊഫൈൽ ഒന്നും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളോട് 6 ലോൺ ചെയ്യാൻ പറഞ്ഞാൽ കയറൂലല്ലോ. ഒരുമാതിരിപ്പെട്ട നമ്മൾ കയറ്റിവിടും. 5 രൂപ മതി. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് 2021 കൈകർ ഏറ്റവും ടോപ്പ് എൻഡ്. അത് 18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. അത് പുതിയ ഏകദേശം 10-12 ലക്ഷം രൂപ വില ഉണ്ടോ? അത്രയില്ല, ഒരു 8-9 രൂപയ്ക്കകത്ത് വില. CVT ഒക്കെ വില കൂടുതൽ. അതെ. മാനുവൽ ആണ്. ഇത് മാനുവൽ. അതുപോലെ തന്നെ പോളോ, നല്ല റെഡ് കളർ സുന്ദരി ഒരു പോളോ ഉണ്ടല്ലോ. ഇഷ്ടവനില്ല മുത്തിനെ. നിങ്ങൾ എന്താ 16 മോഡല് കടിക്കാൻ തോന്നുന്നു. ഞാൻ എറണാകുളത്ത് ഈ അടുത്തിടെ എന്റെ ഒരു വണ്ടി ചാടിപ്പോയി. ഒരു GT ഉണ്ടായിരുന്നു. അത് എനിക്ക് ഭയങ്കര വിഷമമായി പോയി. സെയിം കളറായിരുന്നു. അപ്പൊ അതിന്റെ ഇതിന് വേണ്ടി വാശിക്ക് വേണ്ടി പിടിക്കാൻ പോയോ? വൃത്തിയായിട്ടവൻ.
അപ്പോൾ 16 മോഡൽ പോളോ കംഫർട്ട് ലൈൻ 60,000 കിലോമീറ്റർ. കംഫർട്ട് ലൈൻ 60,000 പെട്രോൾ അല്ലേ? പെട്രോൾ. അതായത് 1.2 പെട്രോൾ വരുന്നത് കേട്ടോ. 5 ലക്ഷം രൂപ ആസ്കിങ്, 30,000 രൂപ കുറച്ച് ഒരു 470 വണ്ടി തരാം. ഒറ്റ റീപ്ലേസ് ഇല്ല, ഒരു ടച്ചിങ് പോലും ഇല്ല. ഉണ്ട് അജുവിന് അറിയാൻ പറ്റും, നോക്ക്. അല്ല നിലവിലൊന്നും കാണുന്നില്ല, ഒന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, ഫോക്സ്വാഗന്റെ ഷോറൂമിൽ കൊണ്ട് വണ്ടി കയറ്റിയിട്ട് ഫുൾ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അത്ര കിട്ടില്ല വണ്ടി. പിന്നെ ഞാൻ അങ്ങനെയുള്ള വണ്ടി ഭയങ്കര കോൺഫിഡൻസ് അല്ല, ഫോക്സ്വാഗൻ അതൊക്കെ നമ്മൾ നോക്കി എടുക്കുന്നത് പണിയാവുന്ന സാധനം. എടുത്തോണ്ട് പോകുന്ന കസ്റ്റമർ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല. 470. ഈ വെള്ളയോ? ഇത് 18 വണ്ടി, 2018 പോളോ കംഫർട്ട് ലൈൻ. അതെ, നിങ്ങൾ ആരെയൊക്കെയോ കളിയാക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കേട്ടോ. പക്ഷെ അങ്ങനെ പറയരുത് അജു, സത്യമായിട്ടും. എനിക്ക് അങ്ങനെയുള്ള ഒരു മലപ്പുറംകാരെയും കോഴിക്കോട് എനിക്കറിയില്ല. അതെ, ഇപ്പൊ 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഈ വണ്ടി. മലപ്പുറംകാരെ കുറ്റം പറയുന്ന ഐസ്ക്രീമിൽ തണുപ്പ് പറഞ്ഞു തല്ലുണ്ടാകുന്ന ടീമാ. ഞങ്ങൾ ഞങ്ങള് വളരെ സെൻസിറ്റീവ് ആണ് ഞങ്ങൾ ആൾക്കാർ. ഞങ്ങൾക്ക് അച്ചാറ്, പപ്പടം, ഐസ്ക്രീം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് ഞങ്ങൾ അടികൂടാറ്. മനസ്സിലായില്ലേ? ഇയാൾ ഈ 14 ജില്ലയിലും കഴിച്ചിട്ട് ഏറ്റവും നല്ല ഫുഡുള്ള ജില്ല ഏതാ? അതൊക്കെ ശരിയാണ്, നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും അല്ലേ? കണ്ണൂർ അല്ല, കൊല്ലത്ത് വരുമ്പോ ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം, നല്ല അടിപൊളി ഭക്ഷണം കിട്ടും. അതെ. ഇതോ? അപ്പൊ 18 പോളോ കംഫർട്ട് ലൈൻ ആണ്. ഇത് പിന്നെ 1 ലിറ്റർ അല്ലല്ലോ, 1.2 അല്ലേ? എനിക്കൊന്ന് 18 ലാസ്റ്റിലേക്ക്. ശരി, 30,000 കിലോമീറ്റർ. നമ്മൾ 5.5 ലക്ഷം രൂപ ചോദ്യം, 30 രൂപ കഴിച്ചിട്ട് 5.20 കൊടുക്കാം. 5.20 എന്തൊക്കെ പറഞ്ഞാലും 18 മോഡലല്ലേ അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കഴിഞ്ഞില്ല, ഇനിയുണ്ടോ? ഇനി നേരെ വരുവാണെങ്കിൽ 19 മോഡൽ കപ്പഡിഷൻ വണ്ടിയാണ്. കണ്ടറിയാം കപ്പാന്ന്. അല്ല, അതാ ഓൾ സ്റ്റാർ അലോയ്സ് പറയുന്നത്. അപ്പൊ 19 8ാം മാസം വണ്ടിയാണ്, സിംഗിൾ ഓണർ, നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ, 72,000 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ആണ്. നമ്മളിത് സർവീസ് നോക്കി തന്നെ ഫോക്സ്വാഗൻ എല്ലാം സർവീസ് നോക്കി എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത്ര ക്ലിയർ. റീപ്ലേസ് ഒന്നുമില്ല. 590 വണ്ടി നമുക്ക് 30,000 ഓഫർ 560 ഫുൾ ഓണി കൊടുത്തേക്കാം. 560 അതായത് 470, 520 അല്ല 560. ഓക്കെ, 3 സാധനം കിടപ്പുണ്ട്, 3 ലെവല് അല്ലേ? പെട്രോൾ, 3 പെട്രോൾ വണ്ടി. അടുത്തത് i20. ഇത് ആസ്ത ഡീസലാണ്. ഡീസൽ 15 2015 അജുന്റെ ടൈപ്പ്. എന്റെ അല്ല. 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. നമ്മുടെ ആസ്കിങ് 490 ആണ്. ജെന്യൂൻ. ഇത് ഷോറൂം വണ്ടിയാ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വലിയ ഓട്ടോ ഒന്നും ഇല്ല അല്ലേ? വലിയ ഓട്ടോ ഇല്ല, സിംഗിൾ ഓണർ വണ്ടിയോ. 490 ചോദ്യം, 40,000 ഓഫർ 4 രൂപയ്ക്ക് കൊടുത്തേക്കാം. 4 രൂപ കിടിലം പ്രൈസ് ആണ്. 15 ആസ്ത ഡീസൽ. അതെ, ഒന്നുമല്ലെങ്കിലും ഡീസൽ അല്ലേ? അതെ. അപ്പൊ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അജുവിന് ഇഷ്ടപ്പെട്ടില്ലേ വണ്ടി? നല്ല വണ്ടി, എനിക്കറിയാം. അജു ചോദിച്ച്, പക്ഷെ അജുവിന്റെ പ്രൈസിന് സെറ്റ് ആവുന്നില്ല. അപ്പൊ 22 സാൻഡ്രോ സ്പോർട്സ് ഓട്ടോമാറ്റിക് വണ്ടി, 80 ഗിയർ ബോക്സ് വരുന്ന സാധനം. 80 ഗിയർ ബോക്സ് വരുന്നത്, അതായത് നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം, കുഴപ്പമൊന്നുമില്ല. 65,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ് ഈ വണ്ടി. നമ്മൾ 4 രൂപ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടി. ഇപ്പൊ ഈ സാധനം ഇല്ലാത്തതുകൊണ്ട് അത്യാവശ്യം മാർക്കറ്റ് ഉണ്ടല്ലേ? നല്ല മാർക്കറ്റ് ഉണ്ട്, നല്ല മാർക്കറ്റ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് സിറ്റി ഡ്രൈവിനൊക്കെ പക്ക വണ്ടിയാണ്, സ്ത്രീകൾക്കൊക്കെ അടിപൊളിയാണ്, നല്ല കോമ്പാക്റ്റ് ഉപയോഗിക്കാം. അതെ. ഇതിന്റെ പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാണ്, ഇത് 4 ലക്ഷം നമ്മൾ ആസ്കിങ്. ശരി, 50,000 ഓഫർ 4 ലക്ഷം രൂപ കൊടുത്തേക്കേ വണ്ടി. ശരി, ഫുൾ ലോണും കൊടുത്തേ. 4 ലക്ഷം രൂപയ്ക്ക് 1 രൂപ മുടക്കാൻ എടുത്തോളൂ. 1 രൂപ മുടക്കാൻ 2022 വണ്ടി എടുത്തോളൂ. അതും 80 ആണ്. ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതെ. ബ്രോ, നല്ല വെയിലാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? നമ്മളെ കുറെ എണ്ണം കാണിച്ചില്ലേ? അതെ. ഫോട്ടോസും ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഒന്ന് അയച്ചു കൊടുക്കണേ എല്ലാവരും. നമുക്ക് വാട്സാപ്പിനകത്ത് ഒരു ഹായ് ഇടുവാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ശരി. പിന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യും. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ലോൺ ചെയ്യും. 14 ജില്ലകളിൽ ലോൺ ചെയ്യും. അത് നിങ്ങളെ വീട്ടിന് പുറത്തിറങ്ങണ്ട, നിങ്ങളെ വീട്ടിൽ നമ്മൾ എക്സിക്യൂട്ടീവ്സ് വരും. അവരുടെ കയ്യിൽ നിങ്ങൾ എല്ലാ സാധനങ്ങളും മൊബൈലിൽ മാത്രം കൊടുത്താൽ മതി, എന്നും ഇത് എഴുതി കൊടുക്കണ്ട. അപ്പം എവിടെ വേണമെങ്കിലും ലോൺ ചെയ്യും, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെലിവറി ഉണ്ട്. ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വന്ന് കണ്ട് വണ്ടി നോക്കി ചെക്ക് ചെയ്ത് വണ്ടി എടുക്കുക, എന്നിട്ട് മാത്രം എടുക്കുക. എന്തൊക്കെ വിശ്വാസമാണെന്ന് പറഞ്ഞാൽ നെറ്റിലും ബോട്ടിൽ ഓടുന്ന സാധനമാണ്, ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. ഇതൊന്നും നമ്മളെ വീട്ടിൽ നമ്മളെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അതാണ്. മനസ്സിലായാലും വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. അടുത്തൊരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം അല്ലേ? അതെ.